റൈറ്റ് നൗ നമ്മൾ മലയാളീസിനിടയിലും അത്യാവശ്യം പോപ്പുലറായിട്ട് പോകുന്ന ന്യൂജൻ ആനിമേസിൻ്റെ കാറ്റഗറിയിൽ ഒന്നാണ് ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 3rd സീസൺ ഇപ്പോൾ ഒന്ന് ഓൺഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നത്. തീർന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതായത് സീസൺ 3 കംപ്ലീറ്റ് ആയത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്തോടെ നോക്കുവാൻ പോകുന്നതും ഈ ഒരു ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റിൻ്റെ സീസൺ 3 പറ്റിയായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സാധനം. അപ്പോൾ സിംപിളി നോക്കുവാണെങ്കിൽ ഒരു ഗംഭീര സീസണായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം സീസൺ 2 തീർന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു സീസൺ 3 എന്ന് പറയുന്നത് മച്ച് ബിഗർ ആയിരിക്കും. ഒരുപാട് മൈൻഡ് ഗെയിംസ് നടക്കാൻ പോകുന്നുണ്ട്, ഒരുപാട് മൈൻഡ് ബാറ്റിൽസ് നടക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ. നമ്മുടെ അയാനോ കോജി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആകെ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ എത്രത്തോളം ഒക്കെ കാണും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു സീസൺ ആയിരിക്കും സീസൺ 3 എന്നൊക്കെ സീസൺ 2 കണ്ടു കഴിഞ്ഞ സമയത്ത് തോന്നിയിരുന്നു. ആൻഡ് ആ ഒരു പ്രതീക്ഷയൊക്കെ ഏറെക്കുറെ സീസൺ 3 സഫലമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം സീസൺ 3 എക്സ്പെക്റ്റ് ചെയ്ത പോലൊക്കെ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ അതായത് സീസൺ 2 ക്ലൈമാക്സ് പോർഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് ഗൂസ് ബംസ് വരുന്ന, ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് വരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ സീസൺ 3 വരുമ്പോഴത്തേനും അത്രയ്ക്കും ഹൈ മൊമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ അയാനോ കോജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ലെവൽ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ സക്കയാനാഗി എന്ന് പറയുന്ന ആ ഒരു പുതിയ ക്യാരക്ടർ അല്ല, പഴയ സീസൺസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടറിൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഒക്കെ നമുക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ റുവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് സീസൺ 2 ശേഷം എന്ത് സംഭവിച്ചു, ആ ഒരു സ്കൂളിനകത്ത് തന്നെ മൊത്തത്തിൽ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അയാനോ കോജി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആ ഒരു സ്കൂളിലേക്ക് എത്രത്തോളമൊക്കെ കടന്നിട്ടുണ്ട് എന്ന് ഈ ഒരു സീസൺ 3 നമുക്ക് മനസ്സിലാവും. സീസൺ 3 ഗംഭീര മൈൻഡ് ഗെയിംസ് ആണ്. അതായത് അയാനോ കോജിക്കും സക്കയാനാഗി എന്ന് പറയുന്ന ആ 2 ക്യാരക്ടേഴ്സിനും ഇടയിലുള്ള മൈൻഡ് ഗെയിംസിലൂടെയാണ് പോകുന്നത്. ആദ്യ 2 സീസണെ കഴിഞ്ഞും വ്യത്യസ്തമാക്കിക്കൊണ്ട് അയാനോ കോജിക്ക് കുറച്ചും കൂടെ ചലഞ്ച് കൊടുക്കുന്ന ഒരു ഒപ്പോണൻ്റ് ആയിരുന്നു ഈ ഒരു സക്കയാനാഗി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സീസൺ തീർന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും ആ ഒരു ക്യാരക്ടർ, അതായത് അയാനോ കോജി എത്രത്തോളം ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന്. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ വേറെ ലെവലാണ്. അതായത് ഒരു ടീനേജ് പയ്യൻ്റെ ബോഡിയിൽ കയറിയിരിക്കുന്നൊരു മാസ്റ്റർ മൈൻഡാണ് ആക്ച്വലി അയാനോ കോജി എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സീസണിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യ 2 സീസണിലും അയാനോ കോജി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ മൊത്തത്തിലുള്ളൊരു ചിന്താഗതി ഏത് രീതിക്കാണ് പോകുന്നതെന്ന് ഈവൻ നമ്മൾ പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകത്തില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് രീതിക്കാണ് പുള്ളിക്കാരൻ പോകുന്നത്. പക്ഷേ സീസൺ 3 വരുമ്പോഴത്തേനും ആ ഒരു ക്യാരക്ടറിന് ഇപ്പോഴത്തെ ആ ഒരു വേൾഡുമായിട്ട് എങ്ങനെയൊക്കെ ഇടപഴകണം, ആ ഒരു ക്യാരക്ടറിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ ഈ ഒരു സ്കൂളിൽ വന്ന് ചേർന്നത്, ആ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റ് ലൈഫ് എങ്ങനെയാണ് ഇപ്പം ആ ഒരു ക്യാരക്ടറിനെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സ്കൂളിലുള്ള മറ്റ് സ്റ്റുഡൻസുമായിട്ട് അയാനോ കോജി എന്ത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു സീസൺ 3 നൽകിയിട്ടുണ്ട്. അതൊരു നല്ല കിഡ് ഫാക്ടറായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് ആദ്യ 2 സീസണിൽ കിട്ടാത്തൊരു മേജർ കൺക്ലൂഷൻ ഈ ഒരു സീസൺ 3 കിട്ടിയിട്ടുണ്ട്. പക്ഷേ സീസൺ 4 വരാൻ പോകുന്ന സീസൺ 4 എന്ന് പറയുന്നത് ഇതിൽ മാസീവ് ആയിരിക്കും എന്നുള്ളൊരു ഹിൻറ്റ് ഇവിടെ ക്ലൈമാക്സിൽ ഇട്ട് തരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു ക്യാരക്ടറിനെ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. സീസൺ 4 വരുമ്പോഴത്തേന് ഇനിയും മാരക ക്യാരക്ടേഴ്സ് വരുമെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് സീസൺ 3 അവസാനിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടാണ്. അതായത് നമ്മൾ അയാനോ കോജി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ സിംപിളി ഡിവോർ ചെയ്ത് ഒരു വേറെ ലെവലായിട്ട് പോകുന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷേ ആ ഒരു ക്യാരക്ടറിന് ഫേസ് ചെയ്യേണ്ട കുറച്ച് ത്രെഡ്സ് ഉണ്ട്, കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വളരെ ഗംഭീരമായിട്ട് കാണിച്ചുകൊണ്ടാണ് സീസൺ 3 അവസാനിക്കുന്നത്. അതായത് അയാനോ കോജി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വീക്ക് പോയിന്റ്സ് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ പിടിച്ചു കുലുക്കുവാൻ സാധിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ആ ഒരു സ്കൂളിലുണ്ടെന്ന് ഈ ഒരു സീസൺ 3 കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സീസൺ കണ്ടു തീർന്നപ്പോഴത്തേനും മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അയാനോ കോജി മാത്രമല്ല ഗാലറിയിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ആ ഒരു സ്കൂളിലൂടെ ഇങ്ങനെ പതുങ്ങിയല്ല തൻ്റെ വഴിക്ക് പോകുന്ന ഒരുപാട് ഗംഭീര ക്യാരക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി കോയിൻജി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു രക്ഷയില്ല. അതായത് പുള്ളിക്കാരൻ നൈസായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കും, ബാക്കിയുള്ളവന്മാരെയൊക്കെ അങ്ങോട്ട് എയറി കയറ്റും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനായിട്ട് ആരെങ്കിലും ചൊറിയാൻ വരുവാണെങ്കിൽ അവന്മാരുടെ എണ്ണാക്കിൽ അടിച്ചു കൊടുക്കും. ഇനി പുള്ളിക്കാരനെ ദേഹം തൊട്ട് ചൊറിയാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന്മാർക്കിട്ട് ആ രീതിക്കും കൊടുക്കും. അതായത് ഒരു കംപ്ലീറ്റ് മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് ഹി ഡസൻറ്റ് വാണ്ട് ടു ബി ഇൻ ദ കോർട്ട്, ഹി ജസ്റ്റ് വാണ്ട് ടു ബി ഇൻ ദ ഗാലറി ആൻഡ് ജസ്റ്റ് വാച്ച് ദ ഗെയിം. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു പോളിസി. പക്ഷേ പുള്ളിക്കാരൻ നൈസായിട്ട് എല്ലാ കാര്യങ്ങളെയും വാച്ച് ഈവൻ അയാനോ കോജിയെ പോലും സംടൈംസ് മനസ്സിലാക്കാൻ ഈ ഒരു ക്യാരക്ടറിന് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ ഒരു മാരക ക്യാരക്ടർ. അതുപോലെ കുറേ ക്യാരക്ടേഴ്സിന് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വരും സീസണിൽ ഈ ഒരു സ്കൂൾ ഏത് ലെവലിലോട്ട് മാറുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു ഗംഭീര സീസൺ ആയിരുന്നു. മച്ച് ബെറ്റർ, മച്ച് ബിഗ്ഗർ, വേറെ ലെവൽ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ
വളരെ എൻ്റർടൈൻഡ് ആയിട്ടാണ് ഈ ഒരു സീസൺ കൊണ്ടുപോയത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇറ്റ്സ് എ ഗുഡ് സീസൺ. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കണ്ട ആൾക്കാർ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.